ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനായി പണം നൽകിയെന്ന BJP IT സെൽ മേധാവി അമിത് മാളവിയ ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഇന്ത്യൻ എക്സ്പ്രസ് പണം പറ്റിയതെന്ന് വ്യക്തമാക്കണമെന്ന് അമിത് മാളവിയ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനം എഴുതിയ ജയ് മജുംദാർ വിവാദ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും BJP ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായൺ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ, കേന്ദ്ര സർക്കാരിന് എതിരെ വാർത്തകൾ നൽകാൻ, BJPക്കെതിരെ വാർത്ത നൽകാനൊക്കെ ഈ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈയൊരു സംഘടന രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് പണം ഒഴുക്കി എന്ന് ഇന്നലെ മുതൽ തന്നെ ആരോപണങ്ങൾ BJP ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ US എയ്ഡുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയും നമ്മളത് കേരളത്തിലെ പ്രേക്ഷകരിലേക്ക്, ഒരുപക്ഷെ ജനം TV മാത്രമാണ് ഈ വാർത്ത, ഈ US എയ്ഡുമായിട്ടുള്ള വാർത്ത ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി US എയ്ഡ് ലഭിക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ പട്ടിക നമ്മൾ പുറത്തുവിട്ടു. എന്തായാലും ഇപ്പോൾ BJPയുടെ ദേശീയ നേതാവ്, അതായത് അമിത് മാളവിയ, അദ്ദേഹം BJP ദേശീയ വക്താവ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് IT-യുടെ മേധാവി കൂടിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉമിദ്യാർ നെറ്റ്വർക്ക് എന്ന സ്ഥാപനം അത് കൃത്യമായി സോറസുമായി ബന്ധപ്പെട്ട ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി നേരിട്ട് ലിങ്ക് ഉള്ളതാണ് ഉമിദ്യാർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഇതും ഇന്ത്യൻ എക്സ്പ്രസുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് ഇപ്പോൾ BJP IT സെല്ലിന്റെ മേധാവി അമിത് മാളവിയ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആരോപിക്കുന്നത് എക്സ്പ്രസിന് വേണ്ടി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള പരിപാടികളാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ, 2024 ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനായി ഉമിദ്യാർ നെറ്റ്വർക്ക് ഒരു പരിപാടി നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിച്ചു. അത് ചെന്നൈയിലാണ്, തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലാണ് നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ വർഷം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ, കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യം ജനുവരി മാസത്തിൽ ഡൽഹിയിലും ഉമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉമിദ്യാർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം കൃത്യമായി തന്നെ ഫണ്ട് ചെയ്യുന്നതാണ് എന്ന് ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിനകത്തും ഉമിദ്യാർ നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റിനകത്തും ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് അവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉമിദ്യാർ നെറ്റ്വർക്ക് ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കമില്ല. കാരണം ഈ രണ്ട് കമ്പനികളും അവരവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അവരുടെ ഇന്ത്യയിലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി പറയുന്നു. 2008 മുതലാണ് ഉമിദ്യാർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടത്, തങ്ങളുടെ ഫണ്ടിംഗ് ഉൾപ്പെടെ അവർക്കായി നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തി വന്നത് എന്ന് ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉമിദ്യാർ നെറ്റ്വർക്ക് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര പത്രത്തിന് വേണ്ടി പൊതുപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് ദുരൂഹതയിലേക്കാണ് BJPയുടെ IT സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവിയ വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റ് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നാണ് BJPയുടെ IT സെൽ മേധാവി ആവശ്യപ്പെടുന്നത്. കാരണം ഇതൊരു ഗുരുതരമായ വിഷയമാണ്. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അട്ടിമറിക്കാൻ ജോർജ് സോറസ് നടത്തിയിട്ടുള്ള ഇടപെടലിനെ പറ്റി കേന്ദ്ര സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായി തുടർച്ചയായ ഭാരത വിരുദ്ധ വാർത്തകൾ രാജ്യത്തെ പല മാധ്യമങ്ങളിലും നിറഞ്ഞു വന്നതിന് പിന്നിൽ ജോർജ് സോറസിനുള്ള ബന്ധം, ഒപ്പം ചൈന അനുകൂലമായ വാർത്തകൾ തുടർച്ചയായി വന്നതിൽ ജോർജ് സോറസും ഇയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം പലതവണ മറനീക്കി പുറത്തു വന്നതാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിനും ഈ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള ആരോപണം ഇപ്പോൾ BJP ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ഈ പത്രവും അതിന്റെ മേധാവികൾ ആണ് ഇതിൽ കൃത്യമായൊരു മറുപടി പറയേണ്ടത്. ഒരു ഭാഗത്ത് ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നീൽ ഗൗതം, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈയൊരു രാജ്യവിരുദ്ധമായ പ്രവർത്തനം, അതായത് ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു കാര്യം കൂടിയല്ലേ?
നിഖിലെ, മാധ്യമ പ്രവർത്തകരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ശൈലി അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല, മറിച്ച് വർഷങ്ങളായി തന്നെ ഈ ശൈലി നിലനിൽക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കുന്നതിൽ എണ്ണമറ്റ മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് പേരെടുത്ത് പറയാവുന്നതായ നിരവധി സംഭവങ്ങളുണ്ട്. PFIയുടെ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരായി പലയിടത്തും നുഴഞ്ഞു കയറുകയും പിന്നീട് അവർ ഭീകരവാദ കേസുകളിൽ തന്നെ പ്പെടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളായി കിടക്കുന്നുണ്ട്. ഈ ജോർജ് സോറസിനെ സംബന്ധിച്ച് ഇയാൾ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട്, പല മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും വിലക്കെടുത്തുകൊണ്ട് ഓരോ രാജ്യങ്ങൾക്കുമെതിരെ സാമ്പത്തികമായിട്ടുള്ള വലിയ യുദ്ധം നടത്തുന്ന ഒരു ശതകോടീശ്വരനാണ്, അമേരിക്കൻ ശതകോടീശ്വരനാണ്. ഇയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വർഷങ്ങളായി തന്നെ ഭാരത വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പല മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നെത്തി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്ത പല മാധ്യമങ്ങളും രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ, അതായത് തീർത്തും വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യം ഒരു വലിയ പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പോലും ഭാരതത്തിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യമാണിത്, ഇവിടെ പുരോഗതിയില്ല എന്നും, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന രാജ്യമാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പല വാർത്തകൾ നമ്മൾ അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഫണ്ടിംഗ് ആണ്. കോടിക്കണക്കിന് അമേരിക്കൻ രൂപ ഭാരതത്തിലേക്ക് പല മാധ്യമ പ്രവർത്തകർക്കായി എത്തുന്നു. അത്തരം മാധ്യമ പ്രവർത്തകർ തുടർച്ചയായി തന്നെ ഈ രീതിയിൽ രാഷ്ട്രവിരുദ്ധമായ വാർത്തകൾ കൈകാര്യം ചെയ്യുകയും അത് പല യൂട്യൂബ് മാർഗവും പുതിയതായൊക്കെ തുടങ്ങുന്ന ചെറിയ ചെറിയ ഓൺലൈൻ മാർഗവും ചില മുഖ്യധാര പത്രങ്ങൾ വഴിയും അതിലെല്ലാം നുഴഞ്ഞു കയറിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാലാണ് കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുകയും ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം IB സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം IB റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കിടയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ രാഷ്ട്രവിരുദ്ധ സ്വഭാവം കാണിക്കുന്നു. അത് രാജ്യത്തിനകത്തുള്ള മാവോയിസ്റ്റ് നക്സൽ സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ജോർജ് സോറസിനെ പോലുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളുമായി അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കൂടി എണ്ണം പല ഭാഗങ്ങളിലായി കണ്ടുവരുന്നുണ്ട്. അതിനാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമെല്ലാം വളരെ ഗൗരവമായാണ് ഈ വിഷയം നോക്കിക്കാണുന്നത്. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുതിയ അന്വേഷണം നടത്തുന്നത് ഈ ഒമിദ്യാർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടാണ്. അതായത് 2 പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിച്ചു എന്നത് പറ്റി ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി 2 പരിപാടികൾ സംഘടിപ്പിച്ചുവെന്നാണ് അമിത് മാളവിയ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഹോം മിനിസ്റ്റർ ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിഖിൽ, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ഒരു ജോർജ് സോറോസ് അല്ലെങ്കിൽ സോറോസുമായി ബന്ധപ്പെട്ട കമ്പനികളുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ള ഒരു ബന്ധം അതും BJP കഴിഞ്ഞ ദിവസം മുതൽ ആരോപിക്കുന്നുണ്ടല്ലേ? നിഖിൽ, ജോർജ് സോറസുമാൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ BJP കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. നെഹ്റു കുടുംബവുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില ആരോപണമാണ് BJP ഉയർത്തുന്നത്. അത് ഇപ്പോൾ അല്ല, നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഈ ജോർജ് സോറസിൻ്റെ ഫണ്ടിങ് കോൺഗ്രസിന് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ജോർജ് സോറസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിന് വലിയ പിന്തുണ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന ആരോപണം BJP ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം തന്നെ 2024 കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP ഈ വിമർശനം ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ച ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ USAID കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെയാണ്, അതിൻ്റെ സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ അതിൻ്റെ പണം കിട്ടിയിരിക്കുന്ന ആളുകളുടെ പട്ടിക പുറത്തു വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എക്സ്പ്രസും അതോടൊപ്പം ഈ ജോർജ് സോറസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധമുള്ള അതിൻ്റെ ഒരു ലിങ്ക് കൃത്യമായി തന്നെ ഇപ്പോൾ അമിത് മാളവിയ പുറത്തുവിടും. നിഖിലെ, നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് ഈ ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം BJP ഉയർത്തിയതാണ്. അതിപ്പോൾ വീണ്ടും ശക്തമായി വരുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ജോർജ് സോറസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ വീണ്ടും വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് BJP കോൺഗ്രസിനെതിരെ ഈ വിഷയം വീണ്ടും ആയുധമാക്കുന്നത്. ഗൗതം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിനിടയിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം
അല്ലെങ്കിൽ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി വന്നിരുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ, അതായത് ഈ അമേരിക്ക 160 കോടിയുടെ ഇലക്ഷൻ ഫണ്ട് നൽകിയത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്നാൽ അത് ഇന്ത്യയിലേക്കല്ല ബംഗ്ലാദേശിനാണ് നൽകിയതെന്നൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത നൽകുന്നു. അതെല്ലാം ഇതുമായി കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതല്ലേ? നിഖില, കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP IT സെൽ മേധാവിയുടെ ട്വീറ്റ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിനാണ് ഇത്തരത്തിൽ ഈ പണം നൽകിയത് എന്നത് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലേഖനം നൽകുന്നു. അതിന് പിന്നാലെ ഇന്ത്യൻ എക്സ്പ്രസിന് ഈ ഒമിദ്യാർ നെറ്റ്വർക്കുമായി ബന്ധമുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്ന തെളിവ് സഹിതമാണ് BJPയുടെ IT സെൽ മേധാവി ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഈ രണ്ട് കമ്പനികളും അമേരിക്കൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒമിദ്യാർ നെറ്റ്വർക്കും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഈ രണ്ട് കമ്പനികളും അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിനകത്ത് കുറിക്കുന്നുണ്ട്. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ 1999 മുതൽ ധാരാളം പ്രവർത്തനങ്ങളിൽ ഇവിടെ ഇടപെടുന്നതിനെ പറ്റി അവർ തന്നെ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 650 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. 2008 മുതലാണ് ഒമിദ്യാർ നെറ്റ്വർക്കുമായി ഇന്ത്യയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഈ രണ്ട് കമ്പനികളും പരസ്പരമുള്ള ബന്ധം അവരുടെ വെബ്സൈറ്റിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി രണ്ട് പരിപാടികൾ, ഒന്ന് കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചും, അതോടൊപ്പം തന്നെ ഈ വർഷം ആദ്യം, അതായത് കഴിഞ്ഞ മാസം ജനുവരിയിൽ ഡൽഹിയിൽ വെച്ചും ഇത്തരത്തിൽ ഒമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി പരിപാടികൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായും ജോർജ് സോറസുമായും ഒമിദ്യാർ നെറ്റ്വർക്കിന് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും സംശയമൊന്നും തന്നെ ഇല്ല. ഈ കാര്യമാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ജോർജ് സോറസ് ശ്രമിച്ചുവെന്ന് ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വന്നിട്ടുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായ BJPക്കെതിരെ തുടർച്ചയായി നൽകുന്ന വാർത്തകൾ, അത് രാഷ്ട്രീയമായി മാത്രമല്ല BJPയിലൂടെ അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അയൽവക്കത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയെ അനുകൂലിച്ചുകൊണ്ട് തുടർച്ചയായ മുഖ്യധാര മാധ്യമങ്ങൾക്കകത്ത് വാർത്തകൾ വരിക. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊരു വലിയ ദുരൂഹത അന്ന് തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJP ഉയർത്തിയിരുന്നു. ഒപ്പം വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിനെതിരെ വിമർശനവുമായൊക്കെ രംഗത്തെത്തിയതാണ്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും കഴിയും തോറും പുറത്തു വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ആദ്യമായി ഉയർന്ന ഒരു ആരോപണമോ ഒരു വിമർശനമോ അല്ലെങ്കിൽ ആദ്യമായി ഉയർന്നു കേൾക്കുന്ന ഒരു വസ്തുതയോ അല്ല, മറിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുൻപുമൊക്കെ ജോർജ് സോറസ് ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു. ഇസ്ലാമിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കുമൊക്കെ അനുകൂലമായ രീതിയിൽ വാർത്തകൾ എഴുതിയുണ്ടാക്കാനും അത് പിന്നീട് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ജോർജ് സോറസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെതിരെ കടുത്ത ജാഗ്രത വേണം എന്ന നിർദ്ദേശം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്കുമൊക്കെ നൽകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസുമായി ബന്ധപ്പെട്ടൊരു തെളിവാണ് BJP IT സെൽ മേധാവി പുറത്തുവിട്ടിരിക്കുന്നത്. ശരി ഗൗതം, അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനായി പണം നൽകിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഇന്ത്യൻ എക്സ്പ്രസ് പണം പറ്റിയത് വ്യക്തമാക്കണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനം എഴുതിയ ജയ് മജുംദാർ വിവാദ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും BJP ആരോപിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.